തിരൂർ നഗരസഭ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. MLA കുറുക്കോളി മൊയ്തീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏറെ വിവാദങ്ങൾക്കിട നൽകിയ തിരൂർ നഗരസഭ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. MLA കുറുക്കോളി മൊയ്തീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തിരൂർ മുനിസിപ്പൽ കൗൺസിലിന്റെ ശ്രമഫലമായി തിരൂരിൽ തുടക്കം കുറിച്ച രാജീവ് ഗാന്ധി മെമ്മോറിയൽ സ്റ്റേഡിയം കുറെ കാലത്തെ അതിന്റെ പരിക്കുകൾക്കൊക്കെ ശേഷം അത് ഉപയോഗശൂന്യമായ ഒരു തലത്തിൽ കിടക്കുന്നൊരു സന്ദർഭമായിരുന്നു. വലിയ പ്രതീക്ഷയോടുകൂടി ഇതിനുവേണ്ടി സർക്കാരിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചു ലഭ്യമാക്കിയെങ്കിലും അത് കൈകളിലേക്ക് എത്താൻ ചില തടസ്സങ്ങളും താമസങ്ങളും ഒക്കെ ഉണ്ടായി. ഇപ്പോഴും അത് കിട്ടാതെ തന്നെ ഒരു മരീചിക പോലെ കിടക്കുന്ന ഒരു സന്ദർഭമാണ്. ഇവിടുത്തെ കായിക പ്രേമികളുടെയും മുനിസിപ്പൽ കൗൺസിലിന്റെയും ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ വ്യക്തികളുടെയും ഒക്കെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ പ്രാവശ്യം ലഭ്യമായ MLAക്ക് ലഭ്യമായ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടി രൂപ അവരുടെ ആവശ്യപ്രകാരം അനുവദിക്കുകയും അതിനോടൊപ്പം തന്നെ മുനിസിപ്പൽ കൗൺസിൽ 2 കോടി കൂടി വകയിരുത്തുകയുണ്ടായി. ഇങ്ങനെ ഈ 4 കോടി രൂപയുടെ പ്രവൃത്തി നമ്മുടെ ഈ സ്റ്റേഡിയത്തിൽ ഇന്നു മുതൽ ആരംഭിക്കാനിരിക്കുകയാണ്. നഗരസഭയുടെ 1 കോടി 10 ലക്ഷം രൂപ MLA ഫണ്ട് 2 കോടി എന്നിങ്ങനെ ഉപയോഗപ്പെടുത്തിയാണ് സ്റ്റേഡിയം നവീകരണം. ഫുട്ബോൾ ഗ്രൗണ്ട്, സിന്തറ്റിക് ട്രാക്ക് എന്നിവയുടെ നവീകരണം, കുടിവെള്ള കിണർ, വാട്ടർ ടാങ്ക് നിർമ്മാണം, സ്റ്റേഡിയത്തിൽ സ്പ്രിംഗ്ലർ, സ്റ്റേഡിയം നടപ്പാത, ഹാപ്പിനെസ് പാർക്ക്, പവലിയൻ നിർമ്മാണം, ടോയ്ലറ്റ് എന്നിവയുടെ നിർമ്മാണം എന്നിവയാണ് നടക്കുക. നഗരസഭാ അധ്യക്ഷ AP നസീമ ചടങ്ങിൽ അധ്യക്ഷയായി. വൈസ് ചെയർമാൻ P രാമൻകുട്ടി, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK അബ്ദുസലാം, വാർഡ് കൗൺസിലർ K അബൂബക്കർ, കൗൺസിലർ നിർമ്മല കുട്ടികൃഷ്ണൻ, മറ്റു കൗൺസിലർമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PKK തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂർ. For more details, contact 9847025925.